മിക്ക ദിവസവും രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ടുകൊണ്ടാണോ എണീക്കുന്നത്? അപ്പോൾ ഈ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനകത്തൊരു നിരാശയൊക്കെ തോന്നുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങൾ ആ കെണിയിൽ വീണിരിക്കുകയാണ്. ആ കെണി എന്ന് പറയുമ്പോൾ എന്ത് കെണിയാണ്? കെണി എന്ന് പറയുന്നത് നമ്മളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്ന കെണി. അപ്പോൾ അത് നമ്മളെ നശിപ്പിക്കാൻ മാത്രമാണ് നമ്മൾ മറ്റൊരാളുടെ താരതമ്യം കൊണ്ട് സാധിക്കുള്ളൂ. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മിക്കവരും ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത്, മറ്റൊരാളുടെ ജീവിതത്തിലെ 10ാമത്തെ ഭാഗത്തെ ആയിരിക്കാം സ്വന്തം ജീവിതത്തിലെ 1ാമത്തെ ഭാഗവുമായിട്ട് താരതമ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പലരുടെയും ജീവിത സാഹചര്യങ്ങളും സമയവും വ്യത്യസ്തമാണ്, പല മനുഷ്യരും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളെ നമ്മളുമായിട്ട് താരതമ്യം ചെയ്യുക? പിന്നെന്ന് പറയുന്നത്, നമുക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മായ കാഴ്ച ലോകമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പം പല ആളുകളും ഭയങ്കര തിളക്കമുള്ള, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ലൈഫായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ അവരുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ അത്ര തിളക്കമുള്ളതായിരിക്കത്തില്ല. അതിന് പിന്നിൽ കഷ്ടപ്പാടുകളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്നും ആരും പുറത്തങ്ങനെ പറയാറില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ ഒരു വിജയം എന്ന് പറയുന്നത് അതൊരിക്കലും നിങ്ങളുടെ പരാജയമല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെന്ന് പറയുന്നത്, ഇന്നലത്തെ നിങ്ങളും ഇന്നത്തെ നിങ്ങളുമാണ്. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ വളർച്ച എന്നുള്ളത് നിങ്ങൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിലല്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഗ്രോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മികച്ചവനാകുന്നും ഇല്ല. പക്ഷേ മറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ഇന്നലത്തെ നിലയേക്കാൾ നിങ്ങൾ എത്രത്തോളം മെച്ചപ്പെട്ടു, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ എന്തെല്ലാം മാറ്റം സംഭവിച്ചു എന്നുള്ളതൊക്കെ ആണ് നമ്മൾ ഇവിടെ ഒരു പ്രചോദനമാക്കേണ്ടത്. നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പഴയ നമ്മളെ പുതിയ നമ്മളുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെന്ന് പറയുന്നത്, മറ്റൊരാളുടെ നേട്ടം കാണുമ്പോൾ ഇങ്ങനെ ഒരിക്കലും അസൂയപ്പെടാൻ പാടില്ല. അവർക്കത് സാധിക്കുമെങ്കിൽ എനിക്കും അത് സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്തയിലേക്കാണ് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരേണ്ടത്. ഒരിക്കലും അസൂയ അല്ലെങ്കിൽ കുശുമ്പ് അങ്ങനത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റിവിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു സ്വഭാവം ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലായിരിക്കും ആ നെഗറ്റീവ് കാര്യം സംഭവിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ നേട്ടത്തിൽ അസൂയപ്പെടാനോ ദുഷിക്കാനോ പാടില്ല. നമ്മൾ പകരം അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുക, പാഠം ഉൾക്കൊള്ളുക, നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ഇതൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത്, യൂണിക്നെസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്ത് നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല. അപ്പം അതുപോലെ തന്നെ മറ്റൊരാളാകാനായിട്ട് നിങ്ങൾ ശ്രമിക്കാൻ പാടില്ല. അപ്പം ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ യഥാർത്ഥ കഴിവിനെ നമ്മൾ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. അതായത് മറ്റൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് നമ്മളൊരു കാര്യം അനുകരിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് തന്നെയാണ് അത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം നമ്മളുടെ യുണിക്നെസ്, ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, നമ്മളുടെ വാല്യൂ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുക, സെൽഫ് റിയലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആരും നമ്മളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യരുത്. ആരും ആരെക്കാളും വലിയവരുമല്ല, ആരും ആരെക്കാളും ചെറിയവരുമല്ല, ആരും ഒരു നേട്ടം കൊണ്ട് ഒന്നും ഭയങ്കരമായിട്ടുള്ള ഇതാവുന്നുമില്ല, വിശുദ്ധരോ അല്ലെങ്കിൽ ഭയങ്കര വലിയ ആളുകളാവുന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വില തിരിച്ചറിയുക. നമ്മൾ ജീവിതത്തിൽ മുന്നേറാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ മുന്നേറാനായിട്ട് നമ്മളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവാക്കി വയ്ക്കുക. നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ താരതമ്യം ചെയ്തിട്ടല്ല നമ്മളത് ചെയ്യേണ്ടത്. നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്ലാനുകളും പദ്ധതികളും നമ്മൾ മനസ്സിൽ തയ്യാറാക്കി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. വിജയം പിന്നാലെ വരും. നന്ദി, നമസ്കാരം.